ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 50-ാം ദിവസം. സമാഗമ കൂടാര നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 37-ാം അധ്യായം, 38-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 82 എന്നിവ വായിക്കുന്നു. സമാഗമ കൂടാര നിർമ്മാണത്തിലെ ഓരോ ഘടകങ്ങളും വിശദീകരിക്കുന്ന ഭാഗമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ഇന്ന് നാം വായിക്കുന്നത്. സീനായ് മലയിൽ വെച്ച് മോശ വഴി ഇസ്രായേലിയർക്ക് നൽകിയ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിയമങ്ങളും ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 37-ാം അധ്യായം. സാക്ഷ്യപേടകം. ബെസാലേൽ കരുവേലത്തടിയുടെ പേടകമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴം, അതിൻ്റെ വീതി 1.5 മുഴം, അതിൻ്റെ ഉയരം 1.5 മുഴം. അവനത് അകവും പുറവും ശുദ്ധ സ്വർണം പൊതിഞ്ഞു. അതിനു ചുറ്റും ഒരു സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു. അവൻ അതിനായി അതിൻ്റെ 4 കീഴ്പ്പടികൾ മേൽ 4 സ്വർണ്ണവളയങ്ങൾ, 2 വളയങ്ങൾ ഒരു വശത്തും 2 വളയങ്ങൾ മറുവശത്തുമായി വാർത്തു. അവൻ കരുവേലത്തടിയുടെ തണ്ടുകളുണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു. പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിൻ്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ അവൻ തണ്ടുകൾ കടത്തി. അവൻ ശുദ്ധസ്വർണത്തിൻ്റെ ഒരു കൃപാസനമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം, 2 സ്വർണ്ണക്കെരൂബുകളെയും അവനുണ്ടാക്കി. കൃപാസനത്തിൻ്റെ 2 അറ്റത്തുമായി അടിച്ചു പണിതാണ് അവയെ ഉണ്ടാക്കിയത്. കൃപാസനത്തിന്മേൽ 2 അറ്റത്തുമായാണ് അവൻ കെരൂബുകളെ, ഒരു കെരൂബിനെ അങ്ങേയറ്റത്തും മറ്റേ കെരൂബിനെ ഇങ്ങേയറ്റത്തും ഉണ്ടാക്കിയത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന്മേൽ മേലാപ്പൊരുക്കിയിരുന്നു. അവ ഒന്നിനൊന്ന് അഭിമുഖമായിരുന്നു. അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിന് നേർക്കും. അപ്പത്തിൻ്റെ മേശ. അവൻ കരുവേലത്തടിയുടെ മേശയുണ്ടാക്കി. അതിൻ്റെ നീളം 2 മുഴം, വീതി 1 മുഴം, ഉയരം 1.5 മുഴം. അവനത് ശുദ്ധ സ്വർണം പൊതിഞ്ഞ് അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പണിതു. അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കി. ചട്ടത്തിന് ചുറ്റും സ്വർണ്ണ അരികുപട്ടയും അവൻ പണിതു. അതിന് അവൻ 4 സ്വർണ്ണവളയങ്ങൾ വാർത്തു. വളയങ്ങൾ അതിൻ്റെ 4 കാലുകൾക്കുള്ള 4 മൂലകളിലായി പിടിപ്പിച്ചു. മേശ ചുമന്നുകൊണ്ടുപോകാൻ ചട്ടത്തോട് ചേർന്നായിരുന്നു തണ്ടുകൾക്ക് സങ്കേതങ്ങളായ വളയങ്ങൾ. മേശ ചുമന്നുകൊണ്ടുപോകാൻ കരുവേലത്തടിയുടെ തണ്ടുകളുണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു. മേശപ്പുറത്തേക്ക് വേണ്ട ഉപകരണങ്ങൾ, അതായത് അതിൻ്റെ താലങ്ങൾ, തളികകൾ, ചക്ഷകങ്ങൾ, പാനീയമൊഴിച്ചു വയ്ക്കാനുള്ള കലശങ്ങൾ എന്നിവ ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി. വിളക്കുകാൽ. അവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു വിളക്കുകാലുണ്ടാക്കി. അടിച്ചു പണിതാണ് വിളക്കുകാൽ രൂപപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെയുള്ളതായിരുന്നു അതിൻ്റെ ചുവടും അതിൻ്റെ തണ്ട്, മുട്ടുകൾ, മുകുളങ്ങൾ എന്നിവയും അതിൻ്റെ പുഷ്പങ്ങളും. അതിൻ്റെ വശങ്ങളിൽ നിന്ന് 6 ശിഖരങ്ങൾ പുറപ്പെട്ടു. വിളക്കിൻ്റെ ഒരു വശത്ത് നിന്ന് 3 ശിഖരങ്ങൾ, വിളക്കിൻ്റെ 2-ാമത്തെ വശത്ത് നിന്ന് 3 ശിഖരങ്ങൾ, ഓരോ ശിഖരത്തിൻ്റെ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. വിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ. വിളക്ക് തണ്ടിന്മേലാകട്ടെ 4 മുട്ടുകൾ, അതിൻ്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി. അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾ. അതിൽ നിന്നായിരുന്നു അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും. അത് മുഴുവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു അടിച്ചുപണിയായിരുന്നു. അതിൻ്റെ 7 ചരാതുകളും അതിൻ്റെ
ചവണകളും തട്ടങ്ങളും ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി. അതും അതിൻ്റെ സകല ഉപകരണങ്ങളും 1 താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി. ധൂപന ബലിപീഠം. അവൻ കരുവേലത്തടിയുടെ ഒരു ധൂപന ബലിപീഠം പണിതു. അതിന് നീളം 1 മുഴം, വീതി 1 മുഴം, അത് സമചതുരമായിരുന്നു. അതിൻ്റെ ഉയരം 2 മുഴം, അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു. അവനത് അതിൻ്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു. അരികുപട്ടയ്ക്ക് താഴെ അതിന് 2 സ്വർണ്ണ വളയങ്ങൾ അവനുണ്ടാക്കി. തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്കുള്ള കുഴകളായി അതിൻ്റെ ഇരുവശങ്ങളിലും 2 ചെരുവുകളിലായാണ് അവ ഉണ്ടാക്കിയത്. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു. വിശുദ്ധ വസ്തുവായ അഭിഷേക തൈലവും ശുദ്ധപരിമള ധൂപന വസ്തുക്കളും വിദഗ്ധ നിർമ്മിത സുഗന്ധക്കൂട്ടായി അവൻ തയ്യാറാക്കി. പുറപ്പാടിൻ്റെ പുസ്തകം 38-ാം അധ്യായം. ദഹന ബലിപീഠം. അവൻ കരുവേലത്തടി കൊണ്ട് ഹോമബലിപീഠമുണ്ടാക്കി. അതിൻ്റെ നീളം 5 മുഴം, അതിൻ്റെ വീതി 5 മുഴം, സമചതുരം, അതിൻ്റെ ഉയരം 3 മുഴം. അവൻ അതിൻ്റെ 4 മൂലകൾക്കും മീതെ കൊമ്പുകൾ ഉണ്ടാക്കി. അതിൽ നിന്നുള്ള തുടർച്ചയായിരുന്നു അതിൻ്റെ കൊമ്പുകൾ. അവനത് പിച്ചള പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും, അതായത് പാത്രങ്ങൾ, കോരികൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ അവനുണ്ടാക്കി. അതിൻ്റെ ഉപകരണങ്ങളെല്ലാം പിച്ചള കൊണ്ട് നിർമ്മിച്ചു. അവൻ പിച്ചള വലയുടെ നിർമ്മിതമായ ഒരു ചട്ടടുപ്പ് ബലിപീഠത്തിനു വേണ്ടി അതിൻ്റെ വക്കിനു കീഴിൽ താഴേക്കായി അതിൻ്റെ പകുതി വരെ ഉണ്ടാക്കി. പിച്ചള ചട്ടടുപ്പിൻ്റെ 4 അഗ്രങ്ങളിലും അതിൻ്റെ തണ്ടുകൾക്ക് കുഴകളായി 4 വളയങ്ങൾ വിളക്കി ചേർത്തു. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ പിച്ചള പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. അവ കൊണ്ട് അത് സംവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. പലകകൾ കൊണ്ട് അകം പൊള്ളയായി അവനതുണ്ടാക്കി. സമാഗമ കൂടാരവാതിൽക്കൽ ശുശ്രൂഷിച്ചിരുന്ന പരിചാരികമാരുടെ പിച്ചള കണ്ണാടികൾ കൊണ്ട് അവൻ പിച്ചള ക്ഷാളപാനപാത്രവും അതിൻ്റെ പിച്ചള പീഠവും നിർമ്മിച്ചു. കൂടാരാങ്കണം. അവൻ അങ്കണം നിർമ്മിച്ചു. തെക്കുവശത്ത് അങ്കണത്തിൻ്റെ മറകൾ പരിച്ചണ കൊണ്ട് ഉള്ളത് 100 മുഴം. അവയുടെ തൂണുകൾ 20, പിച്ചള കൊണ്ടുള്ള അവയുടെ പാദക്കുടങ്ങൾ 20, തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. വടക്കുവശത്ത് 100 മുഴം, അവയുടെ തൂണുകൾ 20, പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20, തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. പടിഞ്ഞാറ് വശത്ത് മറകൾ 50 മുഴം, അവയ്ക്ക് തൂണുകൾ 10, അവയുടെ പാദകുടങ്ങൾ 10, തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. ഉദയദിശയിലേക്ക് കിഴക്കുവശത്തിന് 50 മുഴം, 15 മുഴം മറകൾ ഒരു ഭാഗത്തേക്ക്, അവയുടെ തൂണുകൾ 3, അവയുടെ പാദകുടങ്ങൾ 3. അങ്കണ കവാടത്തിന് അപ്പുറവും ഇപ്പുറവും ഉണ്ടായിരുന്നതിൽ രണ്ടാമത്തെ ഭാഗത്തിന് മറകൾ 15 മുഴം, അവയുടെ തൂണുകൾ 3, പാദകുടങ്ങൾ 3. ചുറ്റുമുള്ള അങ്കണമറകളെല്ലാം പിരിച്ച ചണം കൊണ്ടുള്ളതായിരുന്നു. തൂണുകൾക്കുള്ള പാദകുടങ്ങൾ പിച്ചളയും തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളിയുമായിരുന്നു. അവയുടെ മകുടങ്ങൾ വെള്ളി പൊതിഞ്ഞവയും അങ്കണത്തിൻ്റെ എല്ലാ തൂണുകളും വെള്ളിപ്പട്ട കെട്ടിയവയുമായിരുന്നു. അങ്കണ കവാടവിരി നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായിരുന്നു. നീളം 20 മുഴം, ഉയരം അതായത് വീതി അങ്കണമറകൾക്ക് സമാനം 5 മുഴം. ഇവയ്ക്ക് തൂണുകൾ 4, അവയുടെ പിച്ചള പാദക്കുടങ്ങൾ 4, അവയുടെ കൊളുത്തുകൾ വെള്ളിയും അവയുടെ മകുടങ്ങൾ പട്ടകളും വെള്ളി പൊതിഞ്ഞവയുമായിരുന്നു. ആലയത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും എല്ലാ കുറ്റികളും പിച്ചളയായിരുന്നു. വരവ് ചെലവ് കണക്ക്. സാക്ഷ്യഫലകത്തിൻ്റെ സ്ഥാനമായ ആലയത്തിൻ്റെ വസ്തുവിവര പട്ടികകൾ ഇവയാണ്. മോശയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമാറിൻ്റെ കൈകാര്യത്തിൽ ലേവ്യരുടെ സേവനമായി അത് തയ്യാറാക്കപ്പെട്ടു. കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം യൂദാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലേൽ നിർമ്മിച്ചു. അവനോടൊപ്പം ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ കൊല്ലപ്പണിക്കാരനും നെയ്ത്തുകാരനുമായ ഒഹോലിബയാബും ഉണ്ടായിരുന്നു. അവൻ നീലധൂമ്ര കടും ചുമപ്പ് നൂലുകളുടെയും ചണത്തിൻ്റെയും ചിത്രത്തുന്നൽക്കാരനുമായിരുന്നു. വിശുദ്ധ സ്ഥലത്തിൻ്റെ മൊത്തം ജോലികളിൽ പണിക്ക് നിയോഗിക്കപ്പെട്ട ആകെ സ്വർണം വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 29 താലന്ത് 730 ഷെക്കൽ കാണിക്ക സ്വർണം ആയിരുന്നു. സമൂഹത്തിലെ
കനേഷുമാരിയിൽ ഉൾപ്പെട്ടവരുടെ വക വെള്ളി വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 100 താലന്തും 1775 ഷെക്കലുമായിരുന്നു. കനേഷുമാരി അനുസരിച്ച് 20 അതിനുമേലും വയസ്സുള്ള എല്ലാവർക്കും 6,3550 പേർക്ക് പ്രതിശീർഷ വിഹിതം ഒരു ബെക്ക ആയിരുന്നു. അതായത് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 1/2 ഷെക്കൽ. വിശുദ്ധ സ്ഥലത്തിൻ്റെ പാദകുടങ്ങളും തിരശീലയുടെ പാദകുടങ്ങളും വാർക്കുന്നതിന് 100 താലന്ത് വെള്ളി വേണ്ടി വന്നു. പാദകുടം ഒന്നിന് 1 താലന്ത് വീതം 100 താലന്തിന് 100 പാദകുടങ്ങൾ. 1775 ഷെക്കൽ കൊണ്ട് തൂണുകൾക്ക് കൊളുത്തുകളുണ്ടാക്കി. അവയുടെ മകുടങ്ങൾ പൊതിയുകയും അവ മുറുക്കുകയും ചെയ്തു. കാണിക്കയായ പിച്ചള 70 താലന്തും 2400 ഷെക്കലുമായിരുന്നു. അവൻ അതുകൊണ്ട് നിർമ്മിച്ചത് സമാഗമ കൂടാരവാതിലിൻ്റെ പാദകുടങ്ങളും പിച്ചള ബലിപീഠവും അതിൻ്റെ പിച്ചള ചട്ടടുപ്പും ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും ചുറ്റുമുള്ള അങ്കണ പാദകുടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാദകുടങ്ങളും ആലയത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ എല്ലാ കുറ്റികളുമായിരുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം. നിങ്ങൾ നിങ്ങൾക്കായി വിഗ്രഹങ്ങളും കൊത്തുരൂപവും ഉണ്ടാക്കരുത്. നിങ്ങൾക്കായി സ്തംഭം നിങ്ങൾ നാട്ടരുത്. ശിലാപ്രതിമയെ ആരാധിക്കാനായി നിങ്ങളുടെ ദേശത്ത് അത് സ്ഥാപിക്കരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ സാബത്തുകൾ നിങ്ങൾ പാലിക്കണം. എൻ്റെ വിശുദ്ധ സ്ഥലത്തെ നിങ്ങൾ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. അനുഗ്രഹങ്ങൾ. നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ ചരിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിർവഹിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്കുള്ള വൃഷ്ടികൾ യഥാകാലം ഞാൻ തരും. ദേശം അതിൻ്റെ വിള നൽകും. തോട്ടത്തിലെ വൃക്ഷം അതിൻ്റെ ഫലം പ്രദാനം ചെയ്യും. നിങ്ങളുടെ മെതിക്കാലം മുന്തിരി വിളവെടുപ്പിനെ മറികടക്കും. മുന്തിരി വിളവെടുപ്പ് കാലം വിതയെ മറികടക്കും. തൃപ്തിയാവോളം നിങ്ങൾ അപ്പം ഭക്ഷിക്കും. ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും. ഞാൻ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഭയപ്പെടുത്തുന്നവനില്ലാതെ നിങ്ങൾ ശയിക്കും. ഞാൻ ദേശത്തു നിന്ന് ഹിംസ്ര മൃഗങ്ങളെ ഇല്ലാതാക്കും. നിങ്ങളുടെ ദേശത്തുകൂടി വാൾ കടന്നു പോവുകയില്ല. ശത്രുക്കളെ നിങ്ങൾ അനുധാവനം ചെയ്യും. അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. നിങ്ങളിൽ നിന്ന് 5 പേർ 100 പേരെ തുരത്തും. നിങ്ങളിൽ നിന്ന് 100 പേർ 10,000 പേരെ തുരത്തും. ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളുടെ നേർക്ക് തിരിഞ്ഞ് നിങ്ങൾ പെരുകാനും വർദ്ധിക്കാനും ഇടയാക്കും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പൂർവ്വശേഖരം ഭക്ഷിക്കും. പുതിയതിനെ പ്രതി മുൻ വർഷത്തേത് നിങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ടി വരും. എൻ്റെ ആലയം നിങ്ങളുടെ മധ്യേ ഞാൻ സ്ഥാപിക്കും. എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഭവിക്കും. നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഞാൻ നിങ്ങളുടെ നുകത്തിൻ്റെ തണ്ടുകൾ തകർക്കുകയും നിങ്ങളെ നടുനിവർത്തി നടത്തുകയും ചെയ്തു. ശിക്ഷകൾ. എന്നാൽ നിങ്ങൾ എന്നെ കേൾക്കാതെയും ഈ കൽപ്പനകളൊന്നും അനുവർത്തിക്കാതെയും ഇരുന്നാൽ എൻ്റെ ഉടമ്പടി നിഷ്ഫലമാക്കാനായി എൻ്റെ കൽപ്പനകളൊന്നും പ്രാവർത്തികമാക്കാതെ എൻ്റെ ചട്ടങ്ങൾ നിരസിക്കുകയും ന്യായപ്രമാണങ്ങൾ നിങ്ങളുടെ ഉള്ളം വെറുക്കുകയും ചെയ്താൽ ഞാനും ഇത് നിങ്ങളോട് ചെയ്യും. പരിഭ്രാന്തി, അതായത് ക്ഷയവും കണ്ണുകളെ ഇരുട്ടാക്കുന്നതും ജീവൻ ശോഷിപ്പിക്കുന്നതുമായ പനിയും നിങ്ങളുടെ മേൽ വരാൻ ഞാൻ ഇടയാക്കും. നിങ്ങൾ വൃഥ നിങ്ങളുടെ വിത്ത് വിതയ്ക്കും. നിങ്ങളുടെ ശത്രുക്കളായിരിക്കും അത് ഭക്ഷിക്കുന്നത്. നിങ്ങൾക്കെതിരായി എൻ്റെ മുഖം ഞാൻ തിരിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ വച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവരായിരിക്കും നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്. ആരും പിന്തുടരുന്നില്ലെങ്കിലും നിങ്ങൾ പലായനം ചെയ്യും. ഇത്രയെല്ലാം ആയിട്ടും നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ പ്രതി നിങ്ങളെ ശിക്ഷിക്കുന്നത് 7 ഇരട്ടിയായി ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശക്തിയുടെ ഗർവ് ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ ആകാശം ഇരുമ്പ് പോലെയും ദേശം പിത്തള പോലെയും ആക്കും. നിങ്ങളുടെ കരുത്ത് വൃഥ അവസാനിക്കും. നിങ്ങളുടെ ദേശം അതിൻ്റെ വിളവ് തരികയോ ദേശത്തെ വൃക്ഷം അതിൻ്റെ ഫലം തരികയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്കനുസൃതം 7 ഇരട്ടി പ്രഹരം ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ ഇറക്കിവിടും. അത് നിങ്ങളെ സന്താനരഹിതരാക്കും. നിങ്ങളുടെ കാലികളെ നശിപ്പിക്കും. നിങ്ങളെ ന്യൂനരാക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാകും. ഇവ കൊണ്ടൊന്നും നിങ്ങൾ എൻ്റെ ശിക്ഷണത്തിന് വിധേയരാകാതെ എനിക്കെതിരെ മത്സരിച്ചു നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരുദ്ധമായി വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ തന്നെ
നിങ്ങളെ 7 ഇരട്ടി പ്രഹരിക്കും. ഉടമ്പടിയുടെ പ്രതികാരമായ നശീകരണ ഖഡ്ഗം ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ സ്വയം പിൻവലിയും. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ വസന്ത അയക്കും. ശത്രുകരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ അപ്പത്തിൻ്റെ കോൽ ഒടിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുടുകയും അവർ നിങ്ങളുടെ അപ്പം അളന്നു തൂക്കി മടക്കിത്തരികയും ചെയ്യും. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ഇതുകൊണ്ടും നിങ്ങൾ എന്നെ ശ്രവിക്കാതെ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയാണെങ്കിൽ വിരുദ്ധതയുടെ കോപത്തോടെ ഞാനും നിങ്ങളോട് വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷണ വിധേയരാക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പുത്രിമാരുടെ മാംസവും നിങ്ങൾ ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കും, നിങ്ങളുടെ ദേവസ്തംഭങ്ങൾ വെട്ടിവീഴ്ത്തും. വിഗ്രഹപ്പിണങ്ങൾക്കുമേൽ നിങ്ങളുടെ പിണങ്ങൾ ഞാൻ വലിച്ചെറിയും. എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ നാശക്കൂമ്പാരമാക്കും. നിങ്ങളുടെ ശ്രീകോവിലുകൾ ഞാൻ നിലംപരിശാക്കും. നിങ്ങളുടെ സുരഭില പരിമളം ഞാൻ ആസ്വദിക്കുകയില്ല. ഞാൻ ദേശം നിർജ്ജനമാക്കും. അതിൽ വസിക്കാൻ പോകുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപരതന്ത്രരാകും. നിങ്ങളെയാകട്ടെ ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. നിങ്ങൾക്ക് പിന്നാലെ ഞാൻ വാളൂരും. നിങ്ങളുടെ ദേശം ശൂന്യമാകും. നിങ്ങളുടെ പട്ടണങ്ങൾ നാശകൂമ്പാരമാകും. ദേശം ശൂന്യമായി കിടക്കുന്ന കാലമെല്ലാം അത് അതിൻ്റെ സാപത്തുകൾ ആസ്വദിക്കും. നിങ്ങളാകട്ടെ നിങ്ങളുടെ ശത്രുക്കളുടെ നാട്ടിലായിരിക്കും. അക്കാലം ദേശം വിശ്രമിക്കുകയും അതിൻ്റെ സാപത്തുകളുടെ കടം വീട്ടുകയും ചെയ്യും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ സാപത്തുകളിൽ അത് വിശ്രമിച്ചിട്ടില്ലാതിരുന്നതിനാൽ ശൂന്യമായി കിടക്കുന്ന കാലമത്രയും അത് വിശ്രമിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ ശത്രുക്കളുടെ ദേശങ്ങളിലായി നിങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭീരുത്വമുളവാക്കും. വീഴുന്ന ഒരു ഇലയുടെ ശബ്ദം അവരെ പിന്തുടർന്നാൽ മതി. വാളിൽ നിന്നെന്ന പോലെ അവർ ഓടും. ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലംപതിക്കും. പിന്തുടരുന്നവനില്ലെങ്കിലും വാളിൻ്റെ മുമ്പിൽ നിന്നെന്ന പോലെ അവർ പരസ്പരം തട്ടിത്തടഞ്ഞു വീഴും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവുകയില്ല. ജനതകളുടെ ഇടയിൽ നിങ്ങൾ നാശമടയും. നിങ്ങളുടെ ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും. നിങ്ങളിൽ ശേഷിക്കുന്നവർ തങ്ങളുടെ അപരാധ നിമിത്തം ശത്രുരാജ്യത്ത് ജീർണിക്കും. അവരുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ നിമിത്തവും അവരോടൊപ്പം അവർ ജീർണിക്കും. എനിക്കെതിരെ വിശ്വസ്തത കാണിച്ചും എന്നോട് തന്നെ വിരുദ്ധമായി പെരുമാറിയും അവിശ്വസ്തരായതുവഴിയുള്ള അവരുടെ അപരാധവും അവരുടെ പിതാക്കന്മാരുടെ അപരാധവും അവർ ഏറ്റുപറയണം. ഞാൻ തന്നെയും അവരോട് വിരുദ്ധമായി വ്യാപരിക്കുകയും അവരുടെ ശത്രുക്കളുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുചെല്ലുകയും ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ പരിച്ഛേദിത ഹൃദയം വിനയപ്പെടുകയും അങ്ങനെ തങ്ങളുടെ അകൃത്യത്തിന് അവർ പ്രായശ്ചിത്തമനുഷ്ഠിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഉടമ്പടിയായ യാക്കോബിനെ ഞാൻ ഓർക്കും, എൻ്റെ ഉടമ്പടിയായ ഇസഹാക്കിനെയും എൻ്റെ ഉടമ്പടിയായ അബ്രാഹത്തെ ഞാൻ ഓർക്കും. ദേശത്തെയും ഞാൻ ഓർക്കും. ദേശം അവരില്ലാതെ ഉപേക്ഷിക്കപ്പെടും. അവരില്ലാതെ നിർജ്ജനമാക്കപ്പെടുമ്പോൾ അത് തൻ്റെ സാപത്തുകൾ ആസ്വദിക്കും. അവർ എൻ്റെ ന്യായപ്രമാണങ്ങൾ നിരസിക്കുകയും അവരുടെ ഉള്ളം എൻ്റെ ചട്ടങ്ങൾ വെറുക്കുകയും ചെയ്താൽ അതിനാൽ തന്നെ അവർ തങ്ങളുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇങ്ങനെയാണെങ്കിലും അവർ തങ്ങളുടെ ശത്രുക്കളുടെ ദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ ഇല്ലായ്മ ചെയ്ത് അവരോടുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ തള്ളിക്കളയുകയോ വെറുക്കുകയോ ഇല്ല. എന്തെന്നാൽ ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. അവർക്ക് വേണ്ടി പൂർവികരോടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അവരുടെ ദൈവമായി തീരേണ്ടതിന് അവരെയാണല്ലോ ഈജിപ്ത് ദേശത്തു നിന്ന് ജനതകൾ കാണുകെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഞാനാണ് കർത്താവ് സീനായ് മലയിൽ വെച്ച് തനിക്കും ഇസ്രായേല്യർക്കുമിടയിൽ മോശ വഴി നൽകിയ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിയമങ്ങളുമാണ് ഇവ. സങ്കീർത്തനം 82. ദൈവം ന്യായാധിപന്മാരുടെ വിധികർത്താവ്. ആസാഫിൻ്റെ കീർത്തനം. ദൈവം തിരുസമിതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ദേവന്മാരുടെ ഇടയിൽ അവിടുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം അനീതിയായി ന്യായം വിധിക്കുകയും ദുഷ്ടരെ അനുകൂലിക്കുകയും ചെയ്യും. സല. നിസ്സാരനെയും അനാഥനെയും ന്യായം വിധിക്കുവിൻ. അഗതിക്കും പാവപ്പെട്ടവനും നീതിവിധി നടത്തുവിൻ. നിസ്സാരനെയും ദരിദ്രനെയും രക്ഷപ്പെടുത്തുവിൻ. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവനെ മോചിപ്പിക്കുവിൻ. അവർ അറിവ് നേടുന്നില്ല, ഉൾക്കാഴ്ചയിലെത്തുന്നുമില്ല. അവർ ഇരുട്ടിൽ അലയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ദേവന്മാരാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ്.
എന്നാലും നിങ്ങൾ മരിക്കുന്നത് മനുഷ്യരെ പോലെയായിരിക്കും. പ്രഭുക്കന്മാരിൽ ഒരുവനെപ്പോലെ നിബദിക്കും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ ന്യായം വിധിക്കണമേ. എല്ലാ ജനതകൾക്കുമിടയിൽ അവകാശമുറപ്പിക്കുന്നത് അങ്ങാണല്ലോ.